അയ്യപ്പനെ സംബന്ധിച്ച് ഒരു പാട്ടും ഇതേ രീതിയിലൊരു പാരഡി ഇറക്കാൻ പാടില്ല. പാരഡി കേൾക്കാൻ നല്ല ഇമ്പം ഉള്ളതാണ്. അതിന് എത്രയോ പദങ്ങൾ അതിനകത്ത് ഉപയോഗിക്കാനുണ്ട്. അയ്യപ്പ അയ്യപ്പ എന്ന് ചേർത്ത് അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനത്തിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല DGPക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നു. അങ്ങ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാതിയുമായി DGPയെ സമീപിച്ചത്? ഇത് നമ്മളിപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ അറിയാൻ 2-3 മാസമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയും പാളിത്തട്ടിപ്പും ഒക്കെ ആയിട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷൻ ഉൾപ്പെടെ സിമന്റ് തറയിൽ കിടക്കുന്ന ഈ അവസരത്തിലാണ് പുതിയൊരു പാരഡി ഗാനം കൂടെ വന്നത്. ആ പാരഡി ഗാനം വന്നതുകൊണ്ട് നമുക്കറിയാം ഏറ്റവും അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭക്തിയുള്ള ഒരു ഗാനത്തെയാണ് ആ പാരഡിക്കകത്ത് എടുത്തിട്ടത്. അത് മാത്രമല്ല, അതെന്തും ആയിക്കോട്ടെ, ആർക്ക് എന്ത് പ്രശ്നമായാലും ആ പാട്ടിനകത്ത് ഈ പാരഡി കൊണ്ടുവന്നിട്ട് അയ്യപ്പ അയ്യപ്പ എന്ന് ചേർത്ത് അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ഈ നാട്ടിൽ ഈ പൂച്ചയ്ക്ക് ആരാ മണി കെട്ടുന്നത് എന്നുള്ളത് നോക്കിയാണ് നടക്കുന്നത്. ആരും അതിനെതിരെ ഒരു പരാതി കൊടുക്കാനില്ല. ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഇത് പരാതി കൊടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നമ്മുടെ കേരളത്തിലെ ബഹുമാനരായിട്ടുള്ള കുറേ ആൾക്കാർ MP-മാർ അവിടെ പോയി നിന്നിട്ട് ഒരു സമരം ചെയ്ത് വെച്ച് ഈ പാട്ട് തന്നെ അവിടെ പാടുന്നു. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്ത് ലോകത്തിൻ്റെ മുന്നിൽ അയ്യപ്പനെ അവഹേളിച്ചു. ഇപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെ ഓരോ രീതിയിൽ നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ വിജയത്തിന് വേണ്ടി പലതും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഉപയോഗിച്ചതിനേക്കാളിലും ഭയങ്കരമാണ് ഇതിനെ ലോകം മുഴുവൻ വൈറലാക്കിക്കൊണ്ട് അയ്യപ്പ ഭഗവാനെ വെറും മോശമാക്കുന്ന രീതിയിലുള്ളൊരു പാട്ടാണിത്. അതിന് DGPക്കെതിരെ നൽകിയ പരാതിയിൽ ഒന്ന് ഈ ഒരു പാരഡി ഗാനം, ആ പാരഡി ഗാനം പലപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പക്ഷേ സ്വാമി അയ്യപ്പനെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പാരഡി ഗാനം വന്നതാണല്ലോ തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്ക് ഒരു വിയോജിപ്പ് ഇക്കാര്യത്തിൽ വന്നത്. കോൺഗ്രസ് പാർട്ടി എന്നുള്ള ഒരു കാര്യം കൂടി ഇത് പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ കൂടി DGPക്ക് നൽകിയ പരാതിയിൽ പരാമർശമുണ്ടോ? ഒരിക്കലും കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നു എന്നൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ആര് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ വിഷയമല്ല. ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അയ്യപ്പസ്വാമിയുടെ പേര് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള സംഗതി ഉണ്ടാവണം. ഈ പാട്ട് ആ ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയ എന്നുൾപ്പെടെ ഇത് പൂർണ്ണമായിട്ടും ഇത് മാറ്റുകയും വേണം. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി സംബന്ധിച്ച് അന്വേഷണം നടക്കുകയും വേണം. ഇപ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ പാട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ കാണുമല്ലോ, അവർക്ക് എതിരെ നടപടി വേണമെന്ന് അങ്ങേക്കൊരു ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ ഛേദോവികാരം എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ നാട്ടിൽ നമ്മൾ വിവിധ മതസ്ഥരുണ്ട്. ഇവിടുത്തെ ക്രിസ്തുദേവനെ സംബന്ധിച്ചോ നബിയെ സംബന്ധിച്ചോ ഒരു പാട്ട് ഇതേ രീതിയിൽ ഒരു പാരഡി ഇറക്കിയിരുന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി? ഇന്ന് കോടാനുകോടി ഭക്തർ ലോകം മുഴുവൻ ആരാധിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രവും സമൂഹത്തിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ മതേതര സ്ഥാപനവും എന്നൊക്കെ ഇവരൊക്കെ കൊട്ടിഘോഷിക്കുന്ന രാഷ്ട്രീയക്കാർ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഈ ഒരു അയ്യപ്പ ഭഗവാനെ സംബന്ധിച്ച് ആ ഭഗവാനെ അവഹേളിക്കുന്ന ആ പാട്ടിനകത്തുനിന്ന് അയ്യപ്പനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനെതിരെ കേസെടുക്കണം എന്നൊരാവശ്യമുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് നിങ്ങളുടെ ഒരു ആവശ്യം? അതെ, പോലീസിനെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് കാരണം മതവികാരം വ്രണപ്പെടുത്തുന്നു, അതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാരുടെ വേദന ഉണ്ടാക്കുന്നു. ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കിയ ആളിനെ സംബന്ധിച്ചും ഇതിൻ്റെ ഈ നിർമ്മിച്ച ആളിനെ സംബന്ധിച്ചും എല്ലാം ഞാൻ പേരെടുത്തു തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ ഇന്നലെ മുതൽ MP-മാർ അവിടെ പാർലമെൻറ്റ് ഇത് അവതരിപ്പിച്ചപ്പോൾ തൊട്ട് തന്നെ അതിൻ്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ ശേഖരിച്ചതിന് ശേഷമാണ് പൂർണ്ണമായും അതിൻ്റെ പൂർണ്ണ തോതിലുള്ള ഒരു പരാതിയാണ് DGPക്ക് കൊടുത്തിട്ടുള്ളത്. അന്വേഷണം നടക്കണം. ഇതിനെതിരെ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ഇനി മേലിൽ അയ്യപ്പനെ സംബന്ധിച്ച് ഒരു പാട്ടും ഇതേ രീതിയിലൊരു പാരഡി ഇറക്കാൻ പാടില്ല. പാരഡി കേൾക്കാൻ നല്ല ഇമ്പം ഉള്ളതാണ്. അതിന് എത്രയോ പദങ്ങൾ അതിനകത്ത് ഉപയോഗിക്കാനുണ്ട്. പക്ഷേ അയ്യപ്പസ്വാമി എന്ന് പറയുന്ന ഈ ഒരു വികാരത്തെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ ഒരു ഭക്തനും അനുവദിക്കത്തില്ല. ഭക്ത സംഘടനകളുമായിട്ട് ആലോചിച്ച് എന്ത് നടപടികൾ ഇതിനു വേണ്ടി ഉണ്ടാകേണ്ടി വരുമോ അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിലെ ആവശ്യം. ഭക്ത സംഘടനകളുമായി കൂടിയാലോചിച്ച് ഈ ഒരു വിഷയത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാരഡി ഗാനം സംബന്ധിച്ച് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകുമെന്നാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.